ഹലോ ഗൈസ്, ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. എൻ്റെ പേര് വിഷ്ണു. ഇതെൻ്റെ വണ്ടിയാണ്. ഞാൻ പഴയ വീഡിയോയിലൊന്നും ഈ വണ്ടി കാണിച്ചിട്ടില്ല. ഏകദേശം 1 വർഷമായെന്ന് തോന്നുന്നു ഞാൻ പുതിയൊരു വീഡിയോ ഇട്ടിട്ട്. എന്തായാലും ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ എടുക്കാമെന്നുള്ളൊരു മൈൻഡിലായിരുന്നു. അങ്ങനെ ഞാൻ എടുത്തൊരു വീഡിയോ ആണിത്. ഏകദേശം ഞാൻ ഈ വണ്ടി എടുത്തിട്ടൊരു 4 വർഷമായി. വണ്ടിയുടെ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജോലി സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ചെറിയ ട്രിപ്പൊക്കെ കൂട്ടുകാരുടെ കൂടെയൊക്കെ പോകുമായിരുന്നു. അന്ന് തൊട്ടേ വീഡിയോ ഒക്കെ ഇടണമെന്ന് എനിക്കൊരു മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ അതൊന്നും ചെയ്തില്ല. പിന്നെ ഒരിക്കലാട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോഴാണ് എനിക്കതിനൊരു സമയം കിട്ടിയത്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വരുന്ന ടൈമിലാണെങ്കിൽ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞ് വണ്ടിക്ക് ഭേദപ്പെട്ട നല്ല പണിയൊക്കെ കിട്ടി. പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് നല്ല രീതിയിൽ സ്ക്രാച്ചായി. അത് ഞാൻ ഇതിൻ്റെ അകത്ത് വേറെ എനിക്കൊരു ഹെഡ് ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. കളർ ഡിഫറൻസ് കണ്ടാൽ തന്നെ അറിയാം, നേരിയ ഒരു കളർ വ്യത്യാസമുണ്ട്. മഡ് ഗാർഡിന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു സ്ക്രാച്ചും ഉണ്ട്. അവിടെ ആയിട്ട് നല്ലൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു പഴയ ഹെഡിന്. അത് ഞാനെടുത്ത് മാറ്റി വെച്ചു. എൻ്റെ മാമൻ്റെ 2ാമത്തെ ഓർമ്മ ദിവസമായിരുന്നു. അപ്പോൾ അതിന് പങ്കെടുക്കാനായിട്ടാണ് മെയിനായിട്ട് ഞാൻ വന്നത്. എന്തായാലും ഞാൻ അവിടെ വന്നു, ഫുഡൊക്കെ കഴിച്ചു. ഒത്തിരി നേരം അവിടെ ഇരിക്കാൻ പറ്റിയില്ല. ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞ് ഷോൾഡറിന് ചെറിയ മുറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വണ്ടിക്ക് ചെറിയ സ്ക്രാച്ചും ഹാൻഡിൽ ചെറിയൊരു ബെൻഡും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലുപരി എനിക്ക് വിഷമമായത് വന്ന് തട്ടിയവരുടെ ആറ്റിറ്റ്യൂഡ്. ഞാനെന്തോ ചെന്ന് തട്ടി അവരെ അങ്ങോട്ട് ചെന്നിടിച്ച പോലെ അവരുടെ സംസാരം. പിന്നെ ഞാൻ എത്ര പറഞ്ഞിട്ടും അവർ എന്നോട് ഒരുമാതിരി സംസാരിച്ച്. എനിക്കപ്പോൾ എന്തോ പറയണമെന്ന് പോലും അറിയത്തില്ല. കാലും മുറിഞ്ഞ് ഷോൾഡറൊക്കെ മുറിഞ്ഞ്. അപ്പം വന്ന് കണ്ടിരുന്ന ചേട്ടന്മാർ നല്ല രീതിയിൽ സംസാരിച്ചവരുമാണ്. അവരുടെ ഭാഗത്തെ തെറ്റാന്ന് അവർ ഏറ്റ്. പിന്നെ വണ്ടി പണിതൊക്കെ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വണ്ടി പണിതൊന്നും തരണ്ട, ഞാൻ തന്നെ പണിതോളാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത്രയും പണിത വണ്ടിയല്ലേ, അപ്പം ഞാൻ തന്നെ പണിതോളാം. ഇനി മേലെ ഈ പരിപാടി ആരോടും കാണിക്കരുത്, കാണിച്ചാലും ഇങ്ങനെ ഇത് തർക്കിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വിട്ട് നേരെ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് വീട്ടുകാരുടെ കയ്യിൽ നിന്ന് ഒരു ലോഡ് വഴക്ക് കേട്ടു. ഇത്രയും ലോങ് ഓടി വരുന്നതിന് ബസ്സിന് വന്നാൽ പോരെ എന്നൊക്കെ. അത് ന്യായമായിട്ടുള്ള ചോദ്യമാണ്. എന്നാലും ഞാൻ ഈ വണ്ടി ഇനി തിരിച്ചു കൊണ്ടുപോകും. വണ്ടി സെറ്റായിട്ട് പണിയും. അത് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യും വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.